ഹായ് ഓൾ, ഡിഗ്രി പ്രിലിംസിൻ്റെ ഡേറ്റുകളൊക്കെ വന്നു. ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 2026 ഡിഗ്രി പ്രിലിംസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒട്ടനവധി തസ്തികകളാണ് ഈ ഒരു പ്രിലിംസിൽ വരുന്നത്. അതിലെല്ലാവരും ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു തസ്തികയാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനെ സ്പെഷ്യലാക്കുന്നത് അതിൻ്റെ വേക്കൻസി തന്നെയാണ്. നമുക്ക് ഇതിന് മുൻപുള്ള നടന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, അതായത് 2022 നോട്ടിഫിക്കേഷനിൽ നടന്നിട്ടുള്ള കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ കട്ട് ഓഫും അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ എത്ര പേർ ഉൾപ്പെട്ടു എന്നൊക്കെ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് KSEB, KSFE ഉൾപ്പെടുന്ന കമ്പനി ബോർഡിൻ്റെ ലിസ്റ്റാണ്. അതിൻ്റെ പ്രിലിംസ് കട്ട് ഓഫായി, അതായത് പ്രീവിയസ് കമ്പനി ബോർഡ് പ്രിലിംസിൻ്റെ കട്ട് ഓഫ് വന്നത് 39.0776 മാർക്കാണ്. അതായത് 40 മാർക്കിന് താഴെയായിരുന്നു കമ്പനി ബോർഡിൻ്റെ മുൻ വർഷത്തെ കട്ട് ഓഫ്. ഇനി അതിൻ്റെ മെയിൻസിൻ്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 43.33 മാർക്കായിരുന്നു. മെയിൻ ലിസ്റ്റിൽ, അതായത് മെയിൻസ് കഴിഞ്ഞ് KSEB, KSFE ഉൾപ്പെടുന്ന കമ്പനി ബോർഡിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 3763 പേരായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ നിലവിലെ നിയമന നിലയൊന്ന് നോക്കാം. ടോട്ടൽ ഇതുവരെ പോയിരിക്കുന്നത് 2213 അഡ്വൈസാണ്. അതിൽ ഓപ്പൺ കാറ്റഗറി തന്നെ 1824 റാങ്ക് വരെ വന്നിട്ടുണ്ടെന്നുള്ളത് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് KSRTC വരുന്ന കമ്പനി ബോർഡിൻ്റെ ലിസ്റ്റിൻ്റെ കാര്യം ഒന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 653/2021. ആ ലിസ്റ്റിലെ മെയിൻസിൻ്റെ കട്ട് ഓഫായി വന്നിരിക്കുന്നത് 53.67 മാർക്കാണ്. അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ 1753 പേരാണ് ഉൾപ്പെട്ടത്. ഇനി അതിൻ്റെ നിയമന നില നമുക്കൊന്ന് പരിശോധിക്കാം. ഇതുവരെ പോയിരിക്കുന്നത് 900 അഡ്വൈസാണ്. OC 926 റാങ്ക് വരെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഈ മാസമാണ്. അത് കമ്പനി ബോർഡ് KSEBയുടെ ആണെങ്കിലും ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഈ മാസം തന്നെയാണ്. ഡിഗ്രി ലെവൽ എക്സാംസിൽ ഇത്രയധികം അഡ്വൈസ് പോകുന്ന വേറൊരു പോസ്റ്റ് ഇല്ല എന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യപടിയായി നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ പ്രിലിംസ് എക്സാമാണ്. പ്രിലിംസ് എക്സാമിന് ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ കടമ. കാരണം അതൊരു ഫിൽട്രേഷൻ പ്രോസസ്സാണ്. യഥാർത്ഥത്തിൽ നമ്മളെ ജോലിയിലേക്ക് എത്തിക്കുന്നത് മെയിൻസാണ്. എന്നാലും ആ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് നമ്മൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് മെയിൻസിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പ്രിലിംസ് നന്നായിട്ട് പഠിക്കുക. പ്രിലിംസ് ഇതുവരെ പഠനം എവിടെയും എത്തിയിട്ടില്ല, ഫുൾ കൺഫ്യൂഷനാണ് എന്നുള്ളവർ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കാരണം 50 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഏരിയയിൽ നിന്ന് വരും. അതേപോലെ GK ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് പഠിക്കുക. പഠിച്ചവർ പ്രോപ്പറായി റിവൈസ് ചെയ്ത് നന്നായി പ്രിലിംസ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക്